എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പാർട്ടോട് കൂടിയിട്ട് നമ്മുടെ ഈ അവസാനത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഇനി രണ്ടാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഓണം പരീക്ഷയുടെ മുന്നേ ആയി തന്നെ ഞാൻ നിങ്ങളുടെ ഓണം പരീക്ഷയ്ക്കുള്ള 4ാമത്തെ ചാപ്റ്റർ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 1, 2, 4 പാഠങ്ങളായിരിക്കും നിങ്ങളുടെ ഈ ഓണം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പൊതു ടോപ്പിക്കാണ്. നമ്മൾ ഇതിനോടകം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് അധികവും ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓർത്തിരിക്കുക. അപ്പം ഓരോ കാലാവസ്ഥാ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. നമ്മൾ ലോകത്തെ 8 പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളാക്കിയിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോ കാലാവസ്ഥാ മേഖലയും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിച്ചു. അപ്പോൾ ഓരോ കാലാവസ്ഥാ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, അതിൻ്റേതായിട്ടുള്ള സസ്യജന്തുജാലങ്ങളുണ്ട്, അതിൻ്റേതായുള്ള ജനജീവിത രീതികളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലകളിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പം ഈ ഓരോ കാലാവസ്ഥാ മേഖലയിലുമുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ മുഴുവനായിട്ടുള്ള ഈ എന്താ പറയുക നമ്മുടെ വിഭവങ്ങൾ, നമുക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട് അല്ലേ. സമുദ്രം എന്ന് പറഞ്ഞ വിഭവമുണ്ട്, മണ്ണ് എന്ന് പറയുന്ന വിഭവമുണ്ട്, സസ്യജാലങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓരോ വിഭവങ്ങളാണ് ഭൂമിയിലുള്ള. ഈ വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുക, അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാതെ നമ്മൾ ഇന്ന് പണമുണ്ടാക്കുക, വ്യവസായങ്ങൾ കൊണ്ടുവരിക, വ്യവസായങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് അതിൽ നിന്ന് ധാരാളം പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ഓരോ രാജ്യങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനിയന്ത്രിതമായി ഒരു കൺട്രോളും ഇല്ലാതെ എന്ത് ചെയ്യുകയാണ്, വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് മേൽ നമ്മൾ ഉണ്ടാക്കുന്ന പല വികസന പ്രവർത്തനങ്ങളും, അത് എന്തും ആയിക്കോട്ടെ, റോഡായിക്കോട്ടെ, അല്ലെങ്കിൽ എയർപോർട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ തുറമുഖങ്ങളായിക്കോട്ടെ, എന്തു വേണമെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ശാസ്ത്രീയമായി ഭൂമിയെ കൂടി പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ നമ്മൾ നിർമ്മിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാലാവസ്ഥയുടെ സവിശേഷതകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് UN കാലാവസ്ഥാ വ്യതിയാനത്തെ നിർവചിക്കുന്നത്. അപ്പോൾ എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻസ് നൽകുന്ന ഈ ഒരു നിർവചനത്തെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്താ പറഞ്ഞിട്ടുള്ളത്? അന്തരീക്ഷ താപനിലയിലും ഭൂമിയിലെ ചൂടിൽ കാലാവസ്ഥയിലും നമുക്ക് ഓരോ മാസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടും ഓരോരോ കാലാവസ്ഥയാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ഈ അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലുമൊക്കെ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. എന്താ പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇനി മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ടും പ്രകൃതിദത്തമായി തന്നെ നാച്ചുറലി സംഭവിക്കുന്ന പല മാറ്റങ്ങളുമുണ്ട്. ഇങ്ങനെ കാലാവസ്ഥയിലും നമ്മുടെ അന്തരീക്ഷ താപനിലയിലുമൊക്കെ സംഭവിക്കുന്ന ഒരു ദീർഘകാല മാറ്റമാണ്. ഒരുപാട് വർഷങ്ങളേക്ക് നമ്മൾക്കറിയാം, ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35-40 വർഷമായിട്ട് ഒരേപോലെയുള്ള കാലാവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഒരേപോലത്തെ ഒരു ദിനാന്തരീക്ഷ സ്ഥിതികൾ ചില പ്രത്യേക മാസങ്ങളിൽ വരുമ്പോഴാണ് ആ പ്രത്യേക മാസങ്ങളെ നമ്മൾ ഇന്ന കാലാവസ്ഥയായിട്ട് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഒരു ദീർഘകാല മാറ്റമാണ്. ഒരു വർഷമോ 2 വർഷമോ വരുന്ന മാറ്റമല്ല, അത് ഒരുപാട് കാലങ്ങളിലേക്ക്, അതൊരു പക്ഷേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാം ഭൂമിയിലെ ഈ മാറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു നിർവചനം നിങ്ങൾ പഠിച്ചു വെക്കണം. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെയാകാം എന്നാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നു. നമുക്കറിയാം, ഭൂമിയിൽ എത്രയോ ജീവജാലങ്ങളാണ് വംശനാശം നേരിട്ട്
ഇല്ലാതായിട്ടുള്ളത്. ഭൂമിയിൽ എത്രയോ ജീവജാലങ്ങളാണ് ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ഓരോ ആഹാര ശൃംഖല എടുത്തു കഴിഞ്ഞാൽ ഓരോ ജീവിയും മറ്റൊന്നിനെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അതിൻ്റെ ആവാസ വ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഈ ആവാസ വ്യവസ്ഥകളെല്ലാം തന്നെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവയെ ഓരോന്നിനെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമുക്ക് മൺസൂൺ മഴക്കാലമാണ് ശരിക്കുള്ളത്, പക്ഷേ പുറത്ത് എന്തൊരു ചൂടാണ്, അല്ലേ? അപ്പോൾ ഈ ചൂട്, ഭൂമിയിൽ ക്രമാതീതമായി ചൂട് വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ ജർമ്മനിയിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ഈ വർഷം വലിയ ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയൊക്കെ AC പോലെയുള്ള, എയർ കണ്ടീഷണർ പോലെയുള്ള ഉപകരണങ്ങൾ ലഭിക്കാനില്ലാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ തരത്തിൽ വലിയ അളവിൽ ചൂട് വരുന്നു എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നിങ്ങൾക്കിവിടെ 2 ചിത്രങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു 2 ചിത്രങ്ങൾ, വളരെ വ്യത്യസ്തമായ 2 ചിത്രങ്ങളാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. വേറിട്ട രീതിയിൽ 2 മന്ത്രിസഭാ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ, ഇത് രണ്ടും മന്ത്രിസഭ, അതായത് ഓരോ 2 രാജ്യങ്ങളിലെ 2 മന്ത്രിസഭകൾ കൂടിയതാണ്. സാധാരണ നമ്മൾ മന്ത്രിസഭകൾ കൂടാറുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണെങ്കിൽ ലോകസഭ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളമാണെങ്കിൽ നിയമസഭ, ഇങ്ങനെയുള്ള ചില നിയമനിർമ്മാണ സഭകളിലാണ് നമ്മൾ മന്ത്രിസഭാ യോഗങ്ങൾ കൂടാറുള്ളത്. പക്ഷേ ഇത് നോക്കൂ, ഇവിടുത്തെ ഈ 2 രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായുള്ള 2 ചിത്രങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട്. ഇത് രണ്ടും 2 മന്ത്രിസഭാ യോഗങ്ങൾ നടന്നതാണ്. നോക്കൂ, ഒന്ന്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ച് ചേർന്ന ചിത്രമാണ് ഒന്നാമത്തത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടിയുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ മുന്നിൽ ചെന്നിട്ട്, അത്രയും ഉയരത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ്, നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭാ യോഗം ചേർന്നിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപ് തങ്ങളുടെ മന്ത്രിസഭാ യോഗം കടലിനടിയിൽ ചേർന്നതാണ് രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിനടിയിലെ മന്ത്രിമാരിയ്ക്കുന്നു നോക്കൂ, എവിടെയാണ്? കടലിനടിയിലാണ്. നമുക്കറിയാം, വളരെ മനോഹരമായിട്ടുള്ളൊരു ദ്വീപ് രാഷ്ട്രമാണ് മാലദ്വീപ്, അല്ലേ? നമ്മുടെ ഇന്ത്യയുമായി വളരെ ചേർന്ന് കിടക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് മാലദ്വീപ്. നമുക്കറിയാം, ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഏതെന്ന് പറയുന്നത് മാലദ്വീപ്. ഒരുപാട് ആളുകൾ മാലദ്വീപിലേക്ക് ഹണിമൂൺ പോലുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനൊക്കെ പോകുന്നത് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് ഇവിടെ നടന്ന ഈ 2 മന്ത്രിസഭാ യോഗങ്ങൾ? ഇവർക്ക് എന്താ, ഭ്രാന്തായിട്ടാണോ? ഒന്ന് ഇത്രയും ഉയരമുള്ള എവറസ്റ്റിൻ്റെ മേലെയും, ഒന്ന് ഈ മാലദ്വീപ് ആണെങ്കിൽ ഈ പറയുന്ന മന്ത്രിസഭാ യോഗം ചേർന്നത് കടലിനടിയിലാണെങ്കിൽ ആണോ? എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിരുന്നു വേറിട്ട രീതിയിൽ ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇപ്പോൾ നമ്മുടെ അതിനകത്ത് വരെ ഈ ചിത്രങ്ങൾ വന്നു, അല്ലേ? അന്നത്തെ ഈ മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്ന സമയത്ത് എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഈ വേറിട്ട ഒരു സംഭവമായിരുന്നു വന്നിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രശ്നങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ലോകം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവർ ഈ 2 മന്ത്രിസഭാ യോഗങ്ങളും ഇങ്ങനെ ചേർന്നത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപും. നോക്കൂ, ഒന്ന് വളരെ ഉയരത്തിലുമുള്ള ഒരു രാജ്യം, മറ്റൊന്നെന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1.5 മീറ്റർ മാത്രം ഉയരത്തിൽ, സമുദ്രത്തിൽ നിന്ന് 1.5 മീറ്റർ മാത്രം ഉയരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു രാജ്യം. അങ്ങനെ 2 ലോകത്തിൻ്റെ വളരെ ഉയർന്ന ഒരു രാജ്യവും, ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയരം കൂടിയ ഒരു രാജ്യവും, ലോകത്തിൻ്റെ വളരെ ഉയരം കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന ഒരു രാജ്യവും, ഇത് രണ്ടും ഒരേപോലെ ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ പർവ്വത രാജ്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്കറിയാം ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, എവറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം, അതായത് ഹിമാനികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളികൾ, ഇത് ഓരോ വർഷവും എന്ത് ചെയ്യാണ്, 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുകയാണ് ചെയ്യുന്നത്. മഞ്ഞ് ഉരുകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മഞ്ഞ് ഉരുകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഈ ജലനിരപ്പ് ഉയരുന്നു, അല്ലേ? ഈ പറയുന്ന പർവ്വത പ്രദേശങ്ങളിലെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ അത് ബാധിക്കുന്നു. അവിടങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ, സസ്യങ്ങളെ അത് ബാധിക്കുന്നു. അവിടുത്തെ മനുഷ്യരെ അത് ബാധിക്കുന്നു.
അല്ലേ? അപ്പോൾ ഈ പറയുന്ന ആഗോള താപനിലയിലുള്ള വ്യതിയാനം ഹിമാനികൾ ക്രമാതീതമായി ഉരുകുന്നതിനും ആവാസ വ്യവസ്ഥയിൽ അനഭിലഷണീയമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 12 മുതൽ 20 മീറ്റർ വരെ ഹിമാലയത്തിലെ ഈ എവറസ്റ്റ് അടക്കമുള്ള ഈ ഭാഗത്തെ വലിയ വലിയ ഹിമാനികൾ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആഗോള താപനിലയിലുള്ള വ്യതിയാനമാണ്. നമ്മുടെ ഭൂമിയിലെ ചൂട് കൂടുന്നത് കൊണ്ടാണ്. ഭൂമിയിലെ ചൂട് കൂടാനുള്ള കാരണം മനുഷ്യർ തന്നെയാണ്, മനുഷ്യൻ്റെ പ്രവൃത്തികൾ തന്നെയാണ്. ഇത് കാരണത്താൽ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മഞ്ഞുരുകിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുരുകുമ്പോൾ അത് അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നു. അവിടുത്തെ ആവാസ വ്യവസ്ഥയെ മാത്രമല്ല ബാധിക്കുന്നത്, ഈ മഞ്ഞുരുകിയിട്ട് അത് നദികളിലേക്കും അത് കടലിലേക്കും എത്തുന്നു. കടലിൻ്റെ ജലനിരപ്പ് ഉയരുന്നു. 2040 ആകുമ്പോഴത്തേക്ക് കൊൽക്കത്ത നഗരം, മുംബൈ നഗരം, കൊച്ചി നഗരം, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താ? ഭൂമിയിലെ കടലിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കടലിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഇപ്പോൾ നോക്കൂ, 1.5 മീറ്റർ മാത്രം ഉയരമുള്ള ഈ ദ്വീപ് രാഷ്ട്രം മാലിദ്വീപ്, ഇതുപോലെ ഒരുപാട് ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട്, ഒരുപാട് ദ്വീപുകളുണ്ട് ആളുകൾ താമസിക്കുന്ന. ഇതെല്ലാം കടലിനടിയിലേക്ക് പോകും. ഭൂമിയിൽ മനുഷ്യനോ മറ്റ് ജീവജാലങ്ങളോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഒരു വലിയൊരു സംഖ്യ ആളുകളും എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന മരണത്തിലേക്കും തങ്ങളുടെ എല്ലാ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. അല്ലേ? സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാനിട വരും. 2.5 മീറ്റർ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വെറും 2.5 മീറ്റർ മാത്രം ഉയർന്നാൽ മതി. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെൻറ്റിമീറ്റർ ഉയരുന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന 12 മുതൽ 20 മീറ്റർ വരെ ഹിമാലയത്തിലെ ഹിമാനികൾ മഞ്ഞുരുകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭൂമിയിലെ ഓരോ സമുദ്രനിരപ്പിൻ്റെയും ഉയരം എന്ന് പറയുന്നത് ഓരോ വർഷവും 0.42 സെൻറ്റിമീറ്റർ വെച്ച് ഉയരുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2.5 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ മാലദ്വീപ് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അതിനു മുമ്പേ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ ഇല്ലാതാവും. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് മനസ്സിലാക്കിയില്ലേ? എന്തെല്ലാം ഘടകങ്ങളിലാണ് മാറ്റം വരുന്നത്? അപ്പോൾ ഇത്തരത്തിൽ ദീർഘമായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ സംഭവിച്ചിട്ട് വലിയ മാറ്റങ്ങളിലേക്ക് എത്തുകയാണ്. ഇതാണ് കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളതിന്. എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അന്തരീക്ഷ താപം നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇവയുടെ അളവിൽ വ്യത്യാസം വരിക, ഇവയുടെ വിതരണക്രമത്തിൽ വ്യത്യാസം വരിക, ഇവയുടെ കാലികക്രമം, ഇവയിലൊക്കെ മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അന്തരീക്ഷ താപം അല്ലേ? ചൂട് കൂടുന്നു. മർദ്ദം നമ്മൾ വിചാരിച്ച പോലെയല്ല. കാറ്റുകളുടെ ശക്തി നമ്മൾ വിചാരിച്ച പോലെയല്ല. വർഷണം നമ്മൾ പഠിച്ച കാര്യമാണ്. ആർദ്രത, ഇതിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് വരികയാണ്? മാറ്റം വരികയാണ്. ഇവയുടെ അളവിൽ മാറ്റം വരുന്നു, ഇവയുടെ വിതരണക്രമത്തിൽ മാറ്റം വരുന്നു, ഇവയുടെ കാലികക്രമം, ഇത് സംഭവിക്കുന്ന സമയം ഒക്കെ ഇതിലൊക്കെ മാറ്റം വരികയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം നല്ല രീതിയിൽ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്കത് ബാധിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? ലോകരാഷ്ട്രങ്ങൾ, ഇപ്പോൾ ഈ നേപ്പാളാണെങ്കിൽ മാലിദ്വീപ് ആണെങ്കിലൊക്കെ അവർ വലിയ തോതിൽ ഒന്നും ഈ കാലാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരല്ല. പക്ഷേ മറ്റ് രാജ്യങ്ങൾ, വലിയ തോതിൽ വൻ വ്യവസായങ്ങളുള്ള രാജ്യങ്ങൾ, USA, ജപ്പാൻ, അതുപോലെ തന്നെ ചൈന, ഇന്ത്യ, ഇവരൊക്കെ വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ വലിയ അളവിൽ ചൂഷണം ചെയ്യുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ ഇത് വലിയ അളവിൽ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പ്രകൃതിയെ വലിയ അളവിൽ ചൂഷണം ചെയ്യാത്ത രാജ്യങ്ങളെ കൂടെ ബാധിക്കുന്നു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഭൂമുഖത്തെ കാലാവസ്ഥ എല്ലാ കാലത്തും ഒരേപോലെ ആയിരുന്നില്ല. ഭൗമചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതായത് ഭൂമിയിലെ കാലാവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂമിയിലെ കാലാവസ്ഥ എപ്പോഴും ഒരു ചാക്രികമായ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും കാലാവസ്ഥയിൽ മാറ്റം വരും. പക്ഷെ മനുഷ്യർ ചെയ്യുന്നതിൻ്റെ പ്രവർത്തനമായിട്ട് ഇതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് വലിയ അളവിൽ മാറും. ഭൂമി ഉണ്ടായ സമയത്തുള്ള കാലാവസ്ഥയല്ല ഇന്നുള്ളത്. അതായത് ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും
ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമാണ്. നമ്മൾ പല പല യുഗങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഭൂമി ഹിമയുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹിമാന്തര യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ അളവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതെന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പോരായ്മകൾ. ഓക്കെ, നമ്മുടെ ഈ ഹിമയുഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ പറയും ഗ്ലേഷ്യൽ പീരീഡ്സ് എന്നാണ് പറയുക. അതായത് അന്ന് ഈ ഭൂമി ഉണ്ടായ സമയത്ത് ഹിമയുഗങ്ങളായിരുന്നു, കോൾഡർ ആൻഡ് ഡ്രയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അതായത് വളരെ അധികം തണുപ്പ്, വളരെ വരണ്ട് കിടക്കുന്ന, തണുത്ത് വരണ്ട് കിടക്കുന്ന ഇന്നത്തെ അന്റാർട്ടിക്കൊക്കെ പോലെ വളരെ തണുത്തുറഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. അതായത് അന്ന് സമുദ്രനിരപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീരെ ചെറുതായിരുന്നു. സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ അളവ് വളരെ ചെറുതായിരുന്നു, കുറവായിരുന്നു. ഇത് ഏകദേശം 1,00,000 വർഷത്തോളം ഇതേ അവസ്ഥയായിരുന്നു ഭൂമി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഇതിന്നൊരു മാറ്റം വന്നിട്ട് ഇൻ്റർഗ്ലേഷ്യൽ പീരീഡിലേക്ക്, അതായത് ഹിമാന്തര യുഗത്തിലേക്ക് നമ്മൾ പോയി. അതായത് കുറച്ചും കൂടെ ഈ തണുപ്പ് മാറി, കുറച്ചും കൂടെ ഒരു ചൂട് വന്നു തുടങ്ങി, കുറച്ചും കൂടെ ഒരു എന്താ പറയുക ചൂട്, അതുപോലെ ആർദ്രതയും ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു ടൈമാണ്. ഓക്കെ, അത് കുറച്ചും കൂടെ എന്താ പറയുക, അത് അപ്പോഴത്തേക്കും നമ്മുടെ സമുദ്രനിരപ്പിലെ ഉയരം കുറച്ചും കൂടെ കൂടി. കാര്യം മഞ്ഞുരുകാൻ തുടങ്ങി, അപ്പം വെള്ളത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങി സമുദ്രങ്ങളിലെ. ഇങ്ങനെ മാറ്റം വന്നു തുടങ്ങി. ഇത് ഏകദേശം ഒരു 10,000 മുതൽ ഒരു 30,000 വർഷം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്, കാലാവസ്ഥാ മാറ്റങ്ങൾ. ഇതുപോലെ പല പല സ്റ്റേജുകളിലൂടെ ഇങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ഇതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ഇതിങ്ങനെ മാറി മാറി വരും. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടുള്ള കാലാവസ്ഥ മാറ്റമാണ്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം, അന്ന് മനുഷ്യനില്ല, മനുഷ്യൻ ഉണ്ടാകുന്നതിനും എത്രയോ മുന്നേ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ കാലാവസ്ഥയിൽ പല പല മാറ്റങ്ങളുണ്ട്. പക്ഷേ അത് ഇങ്ങനെ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയിൽ മാറ്റം വരും. അന്ന് ഒരുപാട് ജീവികൾ വേറെ ജീവികളായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നീട് ആ ജീവജാലങ്ങൾ ചത്തൊടുങ്ങും. പിന്നെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു പീരീഡാണ്. പക്ഷേ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ വന്നതുകൂടിയിട്ട് ഇതിൻ്റെ ഒരു തോത് വളരെയധികം, ഇതിൻ്റെ ഒരു സ്പീഡ്, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സ്പീഡ് കൂടി എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സ്വാഭാവിക കാലാവസ്ഥ മാറ്റങ്ങളോടൊപ്പം മനുഷ്യ ഇടപെടലുകളും ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ 2 വിധത്തിൽ തരംതിരിക്കാം. നമുക്ക് കാലാവസ്ഥാ മാറ്റത്തെ 2ആയി തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നമ്മൾ പറഞ്ഞു, സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും കാലാവസ്ഥയിൽ മാറ്റം വരും. എന്നാൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം അതിൻ്റെ സ്പീഡ് കൂടുന്നു, വേഗത കൂടുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥാ മാറ്റത്തെ സ്വാധീനിക്കുന്നതിനെ നമുക്ക് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം എന്നുള്ളതിനെ മനുഷ്യജന്യമായ പ്രവർത്തനങ്ങളെന്നും സ്വാഭാവികമായ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവിക കാരണങ്ങളെന്നും നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് 2ആയി തരംതിരിക്കാം. ഇപ്പോൾ നോക്കൂ, വനനശീകരണം അത് മനുഷ്യജന്യമാണ്. നിങ്ങൾക്കിവിടെ മനുഷ്യജന്യമായിട്ടുള്ള ഈ എന്താ പറയുക, ഈ വനനശീകരണം, വനങ്ങളെ ഈ പറയുന്ന വലിയ അളവിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് മരങ്ങളെ തരിശുമാക്കി മാറ്റുന്ന, കാടുകളെ തരിശാക്കി മാറ്റുന്ന ഈ പ്രവർത്തനം അത് മനുഷ്യന്മാർ ചെയ്യുന്നതാണ്. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഈ കാട്ടുതീ പോലത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് മനുഷ്യജന്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ് വനനശീകരണം. എണ്ണ ഖനനം, ഭൂമിയിലെ എണ്ണ അല്ലേ, നമ്മുടെ പെട്രോളിയം പോലത്തെ കാര്യങ്ങൾ കുഴിച്ചെടുക്കുന്ന പരിപാടി. വ്യവസായവൽക്കരണം, വലിയ വലിയ ഫാക്ടറികൾ ഉണ്ടാക്കുക, വലിയ വലിയ വ്യവസായങ്ങൾ കൊണ്ട് നടക്കുന്നു വലിയ വലിയ രാജ്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാലാവസ്ഥയിൽ മാറ്റം വരുന്നു. ഇതൊക്കെ മനുഷ്യജന്യമായ പ്രവർത്തനങ്ങളാണ്. എന്നാൽ അഗ്നിപർവ്വത സ്ഫോടനമോ സമുദ്രജല പ്രവാഹമോ മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതും അതുപോലെ തന്നെ സമുദ്രത്തിലെ വലിയ അളവിലുള്ള ജലപ്രവാഹങ്ങളൊന്നും മനുഷ്യജന്യമല്ല. അതൊക്കെ പ്രകൃതി അല്ലെങ്കിൽ സ്വാഭാവിക കാരണങ്ങൾ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന കാലാവസ്ഥാ മാറ്റങ്ങളുടെ കാരണങ്ങളെ മനുഷ്യജന്യമെന്നും സ്വാഭാവിക കാരണങ്ങളെന്നും വിളിക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഭൗമപ്രവർത്തനങ്ങളുടെ ഫലമായുള്ള സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം മനുഷ്യപ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല. അതായത് എന്ത് വന്നു കഴിഞ്ഞാലും പ്രകൃതിയിൽ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും കാലാവസ്ഥയ്ക്ക് മാറ്റം വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പം അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് മനുഷ്യന് പോയി നിയന്ത്രിക്കാൻ പറ്റില്ല, സമുദ്രജല പ്രവാഹങ്ങൾ മനുഷ്യന് പോയി നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, മനുഷ്യൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ സ്പീഡ് കൂടുന്നത്. മറ്റേത് സ്വാഭാവികമായിട്ട് സംഭവിക്കും, നമ്മൾ എന്ത് കഴിഞ്ഞാലും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ഇടപെടലുകൾ മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്ത് മാത്രമല്ല ബാധിക്കുന്നത്, ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇത് ഒരു സ്ഥലത്തെ മാത്രമല്ല ബാധിക്കുക, അത് എല്ലായിടത്തെയും ബാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി
അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. നമ്മുടെ ആവാസ വ്യവസ്ഥയെ, നമ്മുടെ എന്താ പറയുക, സൗര ജീവിതത്തെ, നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും ബാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ട് അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ ചില പഠന റിപ്പോർട്ടുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. അതായത് ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷവും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ ഉയരുന്നുവെന്ന് ഇൻ്റർനാഷണൽ എന്താ പറയുക ക്ലൈമറ്റ് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. അവർ എന്ത് ചെയ്തതാണ് നൽകിയ ഒരു റിപ്പോർട്ടാണ്. പിന്നെ 1978 7.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ധ്രുവ ഹിമാനി അത് 2019 3.74 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. അതായത് ധ്രുവ ഹിമാനി എന്ന് പറയുന്നത് നമ്മൾ ഈ ധ്രുവ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഈ വലിയ മഞ്ഞുപാളികൾ, ഇത് 7.5 ദശലക്ഷം അത്രയും ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്. ഒരു 1978 നിന്ന് 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല അല്ലേ. ഏകദേശം ഒരു 10-40 വർഷത്തിൻ്റെ ഒരു ദൂരം മാത്രമേ ഉള്ളൂ. ഈ 40 വർഷങ്ങൾ കൊണ്ട് അതത്രയും അതിൻ്റെ പകുതിയിലധികം എന്ത് ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെ വിസ്തൃതി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയിലധികവും അത് തീർന്നു. അത്രയും അത് ഉരുകിയിട്ട് അത് വെള്ളമായി മാറി എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി 135 ദശലക്ഷത്തോളം ജനങ്ങൾ മരുഭൂമിവൽക്കരണ ഭീഷണി നേരിടുന്നു. ഇത്രയും ആളുകൾ എന്താണ് വെള്ളം കിട്ടാതെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഡ്രോട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും നമുക്ക് വലിയ അളവിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള ഓരോ റിപ്പോർട്ടുകൾ ഓരോരുത്തർ തരികയാണ്. ഇപ്പോൾ നാസയൊക്കെയാണ് ഇതൊക്കെ തരുന്നത്. ഇനി 1850 1900 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2011-20 ഒരു 100 വർഷം കൊണ്ട് ആഗോള താപനില 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവ് രേഖപ്പെടുത്തി. നമുക്ക് സഹിക്കാവും പറ്റുന്നതിനപ്പുറത്തേക്ക് ചൂട് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും 100 വർഷം കൊണ്ട് ഈ മാറ്റമാണെങ്കിൽ അടുത്ത 100 വർഷം കൊണ്ട് ഇതിനേക്കാൾ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഏതാനും മാസങ്ങൾ കൊണ്ട് പെയ്തിരുന്ന മൺസൂൺ മഴ ഏതാനും ദിവസങ്ങളിലെ അതിതീവ്ര മഴയായി പരിണമിച്ചു എന്ന് 1985-2019 കാലയളവിൽ നടത്തിയ പഠനം വെളിവാക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്കുള്ളത്. പണ്ടൊക്കെ വളരെ എന്താ പറയുക, മൺസൂൺ മഴ ദിവസങ്ങൾ ഈ പറയുന്ന മാസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും മഴ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതെന്താണ്, അങ്ങനെ സാധാരണ രീതിയിൽ മഴ ലഭിക്കാതെ പക്ഷെ പെയ്യുമ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന ദിവസങ്ങളിലെ മഴ എല്ലാം കൂടി ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പെയ്തു തീർക്കുന്നു. അങ്ങനെ പെയ്തു തീർക്കുമ്പോൾ നമുക്ക് വയനാട്ടിലെ ചൂരൽമല അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള മുണ്ടക്കൈ, പുത്തുമല, ഇങ്ങനെയുള്ള നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രദേശം തന്നെ, ഒരു പഞ്ചായത്ത് തന്നെ, ഒരു ഗ്രാമം മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്ന തരത്തിലേക്ക് കുത്തിയൊലിച്ച് വരുന്ന വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളുമായിട്ട് മാറുന്നു. ഉത്തരാഖണ്ഡിലൊക്കെ ഇത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം പെയ്യുന്ന മഴ ദിവസം പെയ്യാതെ പകരം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പെയ്തു തീർക്കുന്ന അവസ്ഥയിലേക്ക് മൺസൂൺ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മൺസൂൺ കാലമാണ്. ഇവിടെ മഴ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഹരിതഗ്രഹ പ്രഭാവവും ആഗോള താപനവും എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും, ഹരിതഗ്രഹ പ്രഭാവവും ആഗോള താപനവും. എങ്കിലും അത് നമുക്കൊന്നും കൂടെ പഠിച്ചു നോക്കാം. അതിനാദ്യം നിങ്ങൾ ഹരിതഗ്രഹ വാതകങ്ങൾ പരിചയപ്പെടണം. എന്നിട്ടാണ് നിങ്ങൾ ഹരിതഗ്രഹ പ്രഭാവം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഗോള താപനം എന്താണെന്ന് നോക്കാം. അതായത് ഭൂമിയിൽ നമുക്ക് ചൂട് കൂടുന്നതിനെയാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. ഈ ആഗോള താപനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹരിതഗ്രഹ പ്രഭാവവും അതിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഹരിതഗ്രഹ പ്രഭാവവും ഹരിതഗ്രഹ വാതകങ്ങളും നമുക്ക് നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു അളവ്, അതിൻ്റെ ഒരു തീവ്രത കൂടിയതാണ് ഈ പറയുന്ന ആഗോള താപനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ആദ്യം നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ചില വാതകങ്ങൾ നമുക്കറിയാം, അതിനെ നമ്മൾ എന്താ പറയുക, വാരിയബിൾ ഗ്യാസസ് എന്ന് പറയും. വേരിയബിൾ ഗ്യാസസും ഉണ്ട്, കോൺസ്റ്റൻറ്റ് ഗ്യാസസുകളുണ്ട്. ഭൂമിയിൽ ചില വാതകങ്ങൾ സ്ഥിരമാണ്, അതിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് ഗ്യാസസുകൾ എന്ന് വിളിക്കും. ചില വാതകങ്ങൾ എന്താണ്, അത് വേരിയബിളാണ്, അത് അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. മനുഷ്യൻ്റെ പ്രവർത്തികൾ മൂലം അത് ചിലപ്പോൾ കൂടാം, മനുഷ്യൻ്റെ പ്രവർത്തികൾ മൂലം ചിലപ്പോൾ അത് കുറയാം. ഇങ്ങനെ മനുഷ്യ പ്രവർത്തികൾ മൂലം ചില സമയത്ത് വാതകങ്ങളുടെ അളവ് കൂടുന്നു, ചില സമയത്ത് വാതകങ്ങളുടെ അളവ് കുറയുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ഈ പറയുന്ന വേരിയബിൾ ഗ്യാസസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ വേരിയബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകതകൾ, വേരിയബിൾ ഗ്യാസസിന് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും എന്നൊക്കെ പറയുന്നത്. അതായത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം ഈ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടാം, അതേപോലെ തന്നെ അത് കുറയുകയും ചെയ്യാം. അപ്പോൾ ഇതിനൊരു സ്ഥിരതയില്ല, മറ്റുള്ള ഈ കോൺസ്റ്റൻറ്റ് ഗ്യാസസുകൾ പോലെ സ്ഥിരതയുള്ള കാര്യങ്ങളല്ല. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും നൈട്രസ് ഓക്സൈഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്ക് ഉപകാരപ്പെടുന്ന ഗ്യാസുകളാണ്. അതായത്
ഭൂമിയിൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഭൂമിയിലേക്ക് എന്ത് വരുന്നു? സൂര്യപ്രകാശം എത്തുന്നു അല്ലേ, സൂര്യൻ്റെ ഊർജ്ജം എത്തുന്നു. തിരിച്ച് അതുപോലെ അത് ഭൗമവികിരണം വഴി തിരിച്ചു പോകാറുണ്ട്. അങ്ങനെ തിരിച്ചു പോണ സമയത്ത് ഈ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിലെ പല തിരിച്ചു പോകുന്ന ഈ ഊർജ്ജത്തിൽ പലതിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അധികം കടത്തിവിടാതെ കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നമ്മുടെ നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വേറെയും കുറേ ഗ്യാസസ് ഉണ്ട്. നമ്മൾ CFC ഗ്യാസസ് എന്നൊക്കെ പറയും, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നൊക്കെ പറയും. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? CFC നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, CFC വാതകങ്ങൾ. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു? ഇതിനെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ ചൂടിനെ അല്ലെങ്കിൽ ഈ ഊർജ്ജത്തെ അത് പിടിച്ചു വെക്കും. അത് പിടിച്ചു വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം പിടിച്ചു വെക്കാൻ പറ്റില്ല, പക്ഷെ അത് കുറച്ചൊക്കെ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ ചൂട് നഷ്ടപ്പെടാതിരിക്കും. ഇവയൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഈ വാതകങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ചൂട് പൂർണ്ണമായിട്ടും നമുക്ക് ഭൂമിയിലേക്ക് എത്തിയ ചൂട് തിരിച്ച് സൂര്യനിലേക്ക് തിരിച്ച് മടങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇത് മടങ്ങി പോവാതെ അതിൽ കുറച്ച് ഈ പറയുന്ന വാതകങ്ങൾ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഭൂമിയിലെ മരങ്ങൾ വളരുന്നത്. നമുക്കൊക്കെ എന്താ പറയുക, ആവശ്യമായ ചൂട് ലഭിക്കും. നമുക്ക് ആവശ്യമായ ചൂട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഹരിതഗൃഹവാതകങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഹരിതഗൃഹവാതകങ്ങളുടെ ഒരു തോത് കൂടി, അതായത് ഇപ്പോൾ ഒരു 10 ഹരിതഗൃഹവാതകങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തികൾ മൂലം, മനുഷ്യൻ്റെ ഈ പറയുന്ന മരം വെട്ടുന്നത് മൂലം അല്ലേ, മരങ്ങൾ ആണ് ഓക്സിജൻ എന്താ പറയുക പുറത്തേക്ക് വിടുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. മരങ്ങൾ വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വ്യവസായശാലകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് തള്ളുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള, അല്ലെങ്കിൽ മറ്റേ ഈ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ പോലെയുള്ള, അല്ലെങ്കിൽ മീഥെയിൻ പോലെയുള്ള ഈ ഗ്യാസസുകൾ, ഈ വാതകങ്ങൾ എന്ത് ചെയ്യുകയാണ്? അത് അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇതിനെ അബ്സോർബ് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പം മനുഷ്യൻ്റെ പ്രവർത്തികൾ മൂലം ഇതിൻ്റെ അളവ് കൂടി. ഇപ്പോൾ ഞാൻ ഒരു 10 പണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 എന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പം തിരിച്ചു പോകുന്ന ഈ പറയുന്ന ചൂടിനെ, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും തിരിച്ച് സൂര്യനിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഭൗമവീകരണം വഴി തിരിച്ചു പോകുന്ന ഈ ചൂടിനെ ഇത് പണ്ട് 10 പേര് ചേർന്നിട്ടാണ് പിടിച്ചു നിർത്തിയെങ്കിൽ ഇപ്പോൾ 100 പേര് ചേർന്ന് പിടിച്ചു വെക്കും. അപ്പം എന്താ സംഭവിക്കുക? അവർ കൂടുതൽ ചൂടിനെ പിടിച്ചു വെക്കുന്നു. കൂടുതൽ ചൂടിനെ പിടിച്ചു വെക്കുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? അത്രയും ചൂട് നമുക്ക് വേണ്ട. നമുക്ക് ആവശ്യമുള്ള ചൂടിനെ ആയിരുന്നു പണ്ട് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വാതകങ്ങളുടെ അളവ് കൂടി. അപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചൂടിനെ അവ പിടിച്ചു വെക്കുന്നു. അങ്ങനെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചൂടിനെ പിടിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൂമിയിലെ ചൂടിൻ്റെ അളവ് കൂടുന്നു. അതിനെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഹരിതഗൃഹവാതകങ്ങൾ നല്ലതാണ്, ഈ കാര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ അവയുടെ അളവ് മനുഷ്യൻ്റെ കാരണത്താൽ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നന്മ ചെയ്തിരുന്ന ആളുകൾ നമുക്ക് ഉപദ്രവകരമാകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓസോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓസോൺ ഒരു അന്തരീക്ഷത്തിലൊരു ഒരു ഗ്യാസ് തന്നെയാണ്, ഒരു വാതകം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലൊരു പാളിയുണ്ട്. ആ പാളിയിൽ അധികവും ഓസോണാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓസോൺ പാളിയിലേക്ക് ഈ പറയുന്ന എന്താ പറയുക പല സുഷിരങ്ങൾ വീഴാനൊക്കെ തുടങ്ങും. അതൊക്കെ പിന്നീട് പറയാം നമുക്ക്. എനിവേ ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യം ഹരിതഗൃഹവാതകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഹരിതഗൃഹവാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന, ഞാൻ പറഞ്ഞല്ലേ, ഭൗമവികിരണം വഴി തിരിച്ചു പോകുന്ന, തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന ചൂടിനെ പിടിച്ചു വെക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കാറുള്ളത്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ, അപ്പോൾ ഇത് നല്ല കാര്യമാണ്. ഹരിതഗൃഹവാതകങ്ങളും നല്ലതാണ്, ഹരിതഗൃഹ പ്രഭാവവും നല്ലതാണ്. അത് ഇങ്ങോട്ടേക്ക് വരുന്ന ചൂടിനെ കടത്തിവിടുകയും അങ്ങോട്ടേക്ക് പോകുന്നതിൽ ചിലതിനെ കുറച്ച് പിടിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന നല്ലൊരു കാര്യമായിരുന്നു ഹരിതഗൃഹ പ്രഭാവം. ഹരിതഗൃഹ പ്രഭാവം നടത്തുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹവാതകങ്ങൾ അധികമായി ഉൽപ്പാദിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. പക്ഷേ ഈ ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായപ്പോഴോ ഇതുമൂലം, അത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലമാണ്. ഇതുമൂലം അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ആഗോള താപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം അത് കൂടിയതാണ് എന്തിലേക്ക് നയിച്ചത്? ആഗോള താപനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിച്ചത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് കൂടുന്നത്? കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നും ഒക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് കൂടുന്നത്?
കൽക്കരിയുടെ ഉപയോഗം അല്ലേ, നമുക്ക് വ്യവസായശാലകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നത്. പെട്രോളിയം നമ്മുടെ വാഹനങ്ങളിൽ അല്ലേ, ഇതിനൊക്കെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് പറയുക. ഈ മണ്ണിൽ നിന്ന് ജീർണിച്ച സസ്യജാലങ്ങളിലും ജന്തുജാലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മണ്ണിൽ കിടന്ന് ലയിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നു, വലിയ അളവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വ്യവസായശാലകൾ കൂടി അല്ലേ, അടിക്കടി വ്യവസായശാലകൾ വന്നു. അപ്പോൾ ഈ കൽക്കരിയും പെട്രോളിയവും നമ്മൾ ഉപയോഗിക്കുന്നു. വ്യവസായശാലകളിൽ നിന്ന് മാലിന്യങ്ങൾ ഭയങ്കര വലിയ അളവിൽ ഖരമാലിന്യങ്ങൾ ഒക്കെ പുറത്തേക്ക് തള്ളുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഹരിതഗൃഹവാതകങ്ങൾ, മീഥെയ്ൻ പോലെയുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള പല ഹരിതഗൃഹവാതകങ്ങളും പുറത്തേക്ക് തള്ളുന്നു. ഇത് അന്തരീക്ഷത്തിൽ അധികമായി എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഗ്യാസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹരിതഗൃഹവാതകങ്ങൾ കൂടുതൽ ചൂടിനെ പിടിച്ചു വെക്കുന്നു. കൂടുതൽ ചൂട്, നമുക്ക് ആവശ്യമുള്ള ചൂട് മതിയായിരുന്നു, പക്ഷേ കൂടുതൽ ചൂടിനെ പിടിച്ചു വെക്കുകയാണ്. കാര്യം ഇവരുടെ അളവ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ആഗോളതാപനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ആഗോളതാപനം സംഭവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായ മാറ്റങ്ങൾ കാണാൻ കഴിയും. നമുക്കറിയാം ഇന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ മൺസൂൺ കാലാവസ്ഥ മേഖല എടുത്തു നോക്കൂ. ശരിയായ സമയത്തല്ല മൺസൂൺ എത്തുന്നത്. ഇനി മൺസൂൺ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മഴ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എല്ലായിടത്തും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തുടർന്നു കൊണ്ടേയിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ അല്ലേ, ഒരുപാട് വ്യവസായങ്ങൾ വരികയാണ്, ഒരുപാട് ഫാക്ടറികൾ വരികയാണ്, ഭൂവിനിയോഗ മാറ്റങ്ങൾ വരിക. അപ്പോൾ ഈ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായി വാഹനങ്ങൾ കൂടുന്നു അല്ലേ, ഒരുപാട് വാഹനങ്ങൾ വരുന്നു. ഭൂവിനിയോഗ മാറ്റം, നമ്മൾ ശരിയായ ഓരോ ഭൂമിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നഗരവൽക്കരണം അല്ലേ, നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ അന്തരീക്ഷ മലിനീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഗ്രാമങ്ങളെല്ലാം മാറി നഗരങ്ങളിലായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ, ഇതൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് മനുഷ്യർ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെട്ടത്. ഇത് അന്താരാഷ്ട്ര ഉദ്യമങ്ങൾ, ലോകത്തെ എല്ലാ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട്, ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് സമ്മേളനങ്ങൾ കൂടുകയും ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി, കാലാവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ഇടപെടലുകൾ നടത്തിയത്, അതിൻ്റെ ഒരു പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പട്ടികയാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഓരോന്നും ശരിക്കും നമുക്ക് ഓരോന്നായിട്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അത്രത്തോളം സമയമില്ലാത്തതുകൊണ്ട് ഈ പട്ടിക കൃത്യമായി നിങ്ങൾ പഠിക്കുക. ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. നോക്കാം, ആദ്യമായിട്ട് വന്നത് ലോക കാലാവസ്ഥാ സംഘടനയാണ്. ആദ്യമായിട്ട് ലോകത്തിൻ്റെ ഈ കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ലോക കാലാവസ്ഥാ സംഘടനയ്ക്ക് ഒരു രൂപം കൊടുത്തു. 1950 ജനീവയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സമ്മേളനം, ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. കാലാവസ്ഥാ സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ ഇടയ്ക്കിടെ എല്ലാ രാജ്യങ്ങളും ഇത് കാര്യം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലല്ലോ, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒത്തുചേർന്നിട്ട് ഓരോ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പഠിച്ച് അതിൻ്റെ സമ്മേളനങ്ങൾ നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമ്മേളനം നടന്നു. അതാണ് സ്റ്റോക്ക്ഹോം സമ്മേളനം എന്ന് പറയുന്നത്. പരിസ്ഥിതിയെ പരിപാലിക്കുക, അതിനനുസരിച്ചുള്ള വികസനം കൊണ്ടുവരിക. പരിസ്ഥിതിയെ പരിപാലിക്കുന്ന എന്നാൽ വികസനം മനുഷ്യർക്ക് വേണം. അപ്പോൾ വികസനവും പരിസ്ഥിതി പരിപാലനവും ഒന്നിച്ചു കൊണ്ടുപോവുക. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബദൽ എന്ന നിലയിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരികയാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് വികസനം പാടെ ഒഴിവാക്കി പ്രകൃതിയെ മാത്രം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. രണ്ടും ഒരുമിച്ച്, എന്നാൽ പരിസ്ഥിതിയെ പരിപാലിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നൊരാശയത്തിലേക്ക് എത്തി. പിന്നെ ഒന്നാണ് ഭൗമ ഉച്ചകോടി, എർത്ത് സമ്മിറ്റ് എന്നൊക്കെ നമ്മൾ 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്നതാണ്. എന്താണ്? പ്രകൃതി സൗഹൃദ വികസനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു UN അജണ്ട 21 തയ്യാറാക്കി. UN അജണ്ട 21
എന്താണ് UN അജണ്ട 21? ഒന്ന് നോക്കൂ. 1992 നമ്മൾ ഈ ഭൗമ ഉച്ചകോടി കൂടുന്നത്. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഈ 1992 എന്നൊക്കെ പറയുന്നത്. 1999 കൂടിയിട്ട് എന്ത് അവസാനിക്കുകയാണ്? 20-ാം നൂറ്റാണ്ട് അവസാനിക്കുകയാണ്. 2000-ൻ്റെ പിറവിയോട് കൂടിയിട്ട് 2000 എന്ന് പറഞ്ഞ മില്ലേനിയം എന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് എന്ത് വരികയാണ്? 21-ാം നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഈ ഭൗമ ഉച്ചകോടി ചേർന്നിട്ട് എന്താണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്? UN അജണ്ട 21 തയ്യാറാക്കി. എന്താണ് അജണ്ട 21? നമുക്ക് 21-ാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ട് 21st സെഞ്ച്വറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു അജണ്ട ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളോട് എല്ലാവരും കൂടി ചേർന്നിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇനി ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997 വന്നതാണ്. ക്യോട്ടോ എന്ന് പറഞ്ഞ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേർന്നത്. അന്തരീക്ഷത്തിൽ ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഹരിതഗ്രഹവാതകങ്ങൾ കണ്ടു, അതിൻ്റെ അളവ് കുറക്കണം എന്നുള്ള തീരുമാനം. ഓക്കെ, അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വരുന്നത്. അപ്പോൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിനകത്ത് വരുന്ന ഈ കാര്യത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഹരിതഗ്രഹവാതകങ്ങൾ പുറത്തേക്ക് വിടുന്നത് USA-യും അമേരിക്കയും ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും ഒക്കെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വാതകങ്ങളെ പുറത്തേക്ക് വിടുന്നു. പക്ഷേ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ പാവപ്പെട്ട പല രാജ്യങ്ങളിലും ഇത്തരം വികസനങ്ങളൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരികയാണ്, അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കൂടുതൽ പുറത്തേക്ക് വിടുന്ന രാജ്യങ്ങൾ കുറച്ച് അതിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന് പകരം എന്ന നിലയിൽ എന്തെങ്കിലും വേറെ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു. പിന്നെ ഒന്നാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. 1987 മോൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. അതായത് ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഈ അൾട്രാ വയലറ്റ് രശ്മികൾ പോലെയുള്ളത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തണം, അതിൻ്റെ ഓസോൺ പാളിയുടെ സുഷിരം അടക്കണം. നമ്മുടെ കൊറോണ സമയത്ത് ഓസോൺ പാളിയുടെ വലിയൊരു സുഷിരം അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാര്യം ലോക്ക്ഡൗൺ ആയിരുന്നു, മനുഷ്യൻ്റെ പ്രവർത്തികൾ ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മാറുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ആണ് ഈ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പാരീസ് ഉടമ്പടി വരികയാണ് 2015 പാരീസിലാണ്, ഫ്രാൻസിലെ. ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന് അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക, ഇങ്ങനെയുള്ളതാണ്. അതായത് കാലാവസ്ഥാ വ്യതിയാനം എന്തായാലും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട്, ആഗോള താപത്തിനെ നമ്മൾ കുറച്ചുകൊണ്ട് അതിനോട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള, അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ G20 ഉച്ചകോടി 2023 നമ്മുടെ ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നതാണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരാനാണ് ഇത് ശ്രമിക്കുന്നത്. ഹരിത വികസനം, അതുപോലെ തന്നെ കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം. അതായത് ഈ ഒരു ആശയം എല്ലാവരിലേക്കും എത്തുക. നമ്മുടെ ഒരു ഭൂമിയാണ്, ഒരു കുടുംബമാണ്, ഒരു ഭാവിയാണ്, അതുപോലെ തന്നെ ഹരിത വികസനം, എന്താ പറയുക, നമുക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. അതായത് ഗ്രീൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വികസിക്കണം, പക്ഷേ അത് ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാലാവസ്ഥ, ധനകാര്യം, അതായത് ഓരോ ഗവൺമെൻറ്റും അവരുടെ ബജറ്റിനകത്ത് എന്ത് വെച്ചിരിക്കണം, കൃത്യമായിട്ട് ഇത്ര കാര്യങ്ങൾ, ഇത്ര പണം എന്തിനു വേണ്ടി വെക്കണം, ഒരു ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര പണം നമ്മൾ എന്തിനു വേണ്ടി മാറ്റിവെക്കണം, കാലാവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ പ്രകൃതിയെ എന്താ പറയുക ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന ആഗോള വാതകങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹരിതഗ്രഹ വാതകങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുന്ന രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ഇതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വികസിപ്പിക്കുക എന്നൊരാശയമാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ നിന്നൊക്കെ നമ്മുടെ USA അടക്കമുള്ള രാജ്യങ്ങളെല്ലാം പിന്മാറിയിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കാര്യം അവർക്ക് പണം തന്നെയാണ് മുഖ്യം. ഇന്ത്യ ചെയ്യുന്ന പല പരിപാടികളുണ്ട്. ഇന്ത്യയിൽ ഈ നാഷണൽ ഹൈവേയുടെ ഭാഗത്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മൾ IPL മത്സരത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ മരങ്ങൾ ഓരോ ഡോട്ട് ബോളിനകത്തും നമ്മൾ അടിക്കാത്ത ഓരോ പന്തിനകത്തും 100 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഇന്ത്യ കണ്ണിൽ പൊടിയിടുന്ന പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ അത്രത്തോളം ഇഫക്റ്റീവ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ എല്ലാ റാങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്തു എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി പറ്റാറുണ്ട്. പക്ഷെ അത് അത്രത്തോളം എഫക്റ്റീവായ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം, അല്ലേ? കാലാവസ്ഥ മാറ്റം പൂർണ്ണമായി തടയാൻ സാധിക്കുകയില്ല, എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. സുസ്ഥിര വിഭവ വിനിയോഗം, സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ ആശയം റേച്ചൽ കാർസൺ എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ
ആധുനിക പരിസ്ഥിതിയുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകയും ഒരു എന്താ പറയുക എന്താ പറയുക എൻവയോൺമെൻറ്റലിസ്റ്റും ഒക്കെയാണ് റേച്ചൽ കാഴ്സൺ. അവരുടെ ഒരു പുസ്തകമുണ്ടായിരുന്നു, നമ്മുടെ എന്താണ് പറയുക, സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന അവരുടെ ഒരു ആത്മകഥയുണ്ട്, സൈലന്റ് സ്പ്രിംഗ്. ഇവരാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ആഗോള വ്യതിയാനത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. നിശബ്ദ വസന്തം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുക. റേച്ചൽ കാഴ്സൻ്റെ പുസ്തകമാണ്. ഇതിലാണ് അദ്ദേഹം, ഈ പറയുന്ന ലേഡി ഒരു മറൈൻ ബയോളജിസ്റ്റ് ആയിരുന്നു അമേരിക്കയിലെ. അമേരിക്കയിലെ ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഈ പറയുന്ന സുസ്ഥിര വികസനം, അതായത് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയും. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുന്നുണ്ട്, വികസനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മുൻ തലമുറ എങ്ങനെയാണോ നമ്മുടെ ഈ പ്രകൃതിയെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്, അതുപോലെ വളരെ നല്ല രൂപത്തിൽ അടുത്ത തലമുറയ്ക്ക് കൂടി നമ്മളത് മാറ്റി വെക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം എന്ന നിലയിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ ആശയം. ഇതൊക്കെ ഇവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ സുസ്ഥിര വിഭവ വിനിയോഗം സാധ്യമാക്കിക്കൊണ്ട് വ്യവസായ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുക, വനങ്ങൾ സംരക്ഷിക്കുക, സാങ്കേതികവിദ്യയിൽ മാറ്റം വരുത്തൽ, കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അല്ലേ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് കൽക്കരി, പെട്രോളിയം പോലുള്ള കാര്യങ്ങളൊക്കെ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മളെ കാറ്റിൽ നിന്നെടുക്കുന്ന ഊർജ്ജം, അതുപോലെ തന്നെ സൂര്യനിൽ നിന്നെടുക്കുന്ന ഊർജ്ജം, സൗരോർജ്ജം, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന തിരമാലയിൽ നിന്നെടുക്കുന്ന ഊർജ്ജം, പിന്നെ അതുപോലെ തന്നെ വേലിയേറ്റത്തിൽ നിന്നെടുക്കുന്ന വേലിയോർജ്ജം, പിന്നെ ബയോഗ്യാസ്, അല്ലേ, ജൈവവളം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ ധാരാളം ഉപയോഗിക്കുക. ആർക്ക് പകരം? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് പകരം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ എക്സ്ട്രാ റീഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് കൊടുത്ത കാലാവസ്ഥ മൂലം ഒരുപാട് ആളുകൾക്ക് അവരുടെ മരുഭൂമിവൽക്കരണം കാരണം, അല്ലെങ്കിൽ അതായത് വരൾച്ച കാരണം, അല്ലെങ്കിൽ സമുദ്രനിരപ്പിൻ്റെ ഉയരം കാരണം, കടലേറ്റം കാരണം, പ്രളയം കാരണം, വരൾച്ച കാരണം, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അനവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും നിർബന്ധപൂർവ്വം അവരുടെ എല്ലാ സ്വപ്നങ്ങളും അവരുടെ വീടുകളും എല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലേ. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ. നിങ്ങൾ എപ്പോഴും ചൂരൽമലയെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മുണ്ടക്കൈ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥാ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയോ ആളുകളാണ് അവരുടെ സ്വന്തം എല്ലാം ഒഴിവാക്കി പോകേണ്ടി വരുന്നത്. നിങ്ങൾ ഈ പറയുന്ന പാഠത്തിൻ്റെ ഒരു അവസാനം ഇതാണ് എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത്. അപ്പം വേണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആർട്ടിക് സമുദ്രം എന്ന് പറയുന്ന ഒരു സമുദ്രം നമുക്കുണ്ട്. ആർട്ടിക് സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ 90 ഡിഗ്രി ഈ ഭാഗത്തുള്ള കുറേ എന്താ പറയുക, ആർട്ടിക് പ്രദേശത്തുള്ള കുറേ ഈ സമുദ്ര ഭാഗങ്ങളെ എല്ലാം കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഐസാണ്. നമുക്ക് സാധാരണ സമുദ്രം എന്ന് പറയുന്ന പോലെയല്ല. പക്ഷേ ഈ ഐസ് ആണെങ്കിൽ പോലും വലിയ ഹിമാനികൾ അല്ലെങ്കിൽ ഐസ് പാളികളാണ് അവിടെ മുഴുവനുള്ളത്. പക്ഷെ നമുക്ക് നടന്നു പോകാനൊക്കെ വേണ്ടി പറ്റും. ആർട്ടിക് സമുദ്രത്തിൽ പക്ഷേ എന്തുകൊണ്ട് സമുദ്രം എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐസ് മൂടി കിടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് സമുദ്രം എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞ് ഉരുകുമ്പോൾ അല്ലെങ്കിൽ ഈ ഐസ് ഉരുകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൂർണ്ണമായിട്ടും എന്തായി മാറാം, മുഴുവൻ അത് ഉരുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമുദ്രമായിട്ട് മാറും. അതുകൊണ്ടാണ് അതിനെ ആർട്ടിക് സമുദ്രം എന്ന് വിളിക്കുന്നത്. ഈ ആർട്ടിക് സമുദ്രത്തിൽ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റും കാര്യം. പക്ഷേ പല അപകടങ്ങളും ഉണ്ടാവും. ആർട്ടിക് സമുദ്രത്തിലെ ഏത് ഭാഗങ്ങളാണ് ഈ പറയുന്ന ചതുപ്പ് പോലെ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മരണം വരും. ഒന്നാമത് ഇവിടേക്ക് എത്തുക എന്നുള്ളത് തന്നെ ദുഷ്കരമാണ്. റിസർച്ച് ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ എത്താറുള്ളത്. ഈ ആർട്ടിക് സമുദ്രത്തിലെ ഈ പറയുന്ന മഞ്ഞ് ഉരുകുകയാണ്, ഐസ് ഉരുകുകയാണ്. ഈ ഉരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നമ്മുടെ ആഗോള താപനം മൂലം ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആർട്ടിക് സമുദ്രത്തിൽ ഐസ് ഉരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പറയുന്ന വേനൽക്കാലത്ത് മാത്രം കുറച്ച് വെള്ളം, ഐസ് ഉരുകിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന ആർട്ടിക് സമുദ്രത്തിൽ ഇപ്പോൾ വലിയ അളവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം നമ്മുടെ ഭൂമിയിലെ മറ്റ് സമുദ്രങ്ങളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലെ സമുദ്രനിരപ്പിലെ ജലനിരപ്പ് ഉയരുന്നത്. അപ്പം ഈ ആർട്ടിക് സമുദ്രത്തെ സംരക്ഷിക്കുക, അത് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിക് സമുദ്രത്തെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ പോലും അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ആർട്ടിക് സമുദ്രത്തിൻ്റെ ഈ പറയുന്ന ഐസ് പാളികൾക്ക് അടിയിലായിട്ട് വലിയ
നാച്ചുറൽ ഗ്യാസിൻ്റെ, പ്രകൃതിവാതകത്തിൻ്റെ, അതായത് ഈ പറഞ്ഞ പെട്രോളിയത്തിൻ്റെ ഒരു നിക്ഷേപമുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ ആർട്ടിക് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന 8 രാജ്യങ്ങളുണ്ട്. റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ അടക്കം ഒരു 8 രാജ്യങ്ങൾ, ഇവരെയാണ് നമ്മൾ ആർട്ടിക് കൗൺസിൽ എന്ന് വിളിക്കുക. ഈ 8 രാജ്യങ്ങൾ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് പല രാജ്യങ്ങളും തങ്ങൾക്ക് അവിടെ ഈ ആർട്ടിക്കിൻ്റെ ഭാഗത്ത് എന്തില്ല, ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നുമില്ല, പക്ഷെ അതിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് രാജ്യങ്ങളുടെ ഭാഗങ്ങൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന ഈ എണ്ണ നിക്ഷേപം എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഇവർ കാര്യമായിട്ട് അവരുടെ എല്ലാ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള എണ്ണ നിക്ഷേപമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ കാര്യമായിട്ട് അതിനെ സംരക്ഷിക്കുന്നില്ല. ഓക്കെ, അത് വേറൊരു പൊളിറ്റിക്സാണ്. ഇത് അമേരിക്ക, റഷ്യ ഇവരൊക്കെ ഇതിൻ്റെ എണ്ണ നിക്ഷേപം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആർട്ടിക് സമുദ്രം ഈ പറയുന്ന നമ്മളിപ്പോഴും ഐസ് ഏജിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ നേരത്തെ ഒരു 2 ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇല്ല ഐസ് ഏജിലാണ്. അതായത് ഹിമയുഗത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും. കാരണം ഭൂമി തുടങ്ങിയ സമയത്ത് ഭൂമി തണുത്തുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഈ തണുത്തുറഞ്ഞ സ്ഥലം തന്നെയാണ് ഭൂമി ഇപ്പോഴും. കാര്യം ഭൂമിയിൽ ഇപ്പോഴും ഐസ് പൂർണ്ണമായിട്ടും ഉരുകി തീർന്നിട്ടില്ല. ആർട്ടിക് സമുദ്രത്തിലാണ് ഈ ഐസ് ഉള്ളത്. ഇത് പൂർണ്ണമായിട്ടും ഇപ്പോഴും ബാക്കിയുള്ള ഐസ് ഇവിടെയാണ്. ഈ ഐസ് പൂർണ്ണമായിട്ടും ഉരുകി തീർന്നാൽ നമ്മുടെ ഹിമയുഗം അല്ലെങ്കിൽ ഐസ് ഏജ് അവസാനിക്കും എന്നുള്ളതാണ്. ഐസ് ഏജ് എന്നൊരു സിനിമയൊക്കെ ഉണ്ട്, പറ്റുന്നവർ കാണുക. അപ്പം ഇത് വലിയൊരു നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത പാഠവുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച്.